ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മണിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കാൻ നമ്മുടെ രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് തന്നെ കാറ് മേടിക്കാൻ ഒരുങ്ങാണ് കേട്ടോ. അതിനുവേണ്ടിയുള്ള പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ഒപ്പിടുന്ന സമയത്ത് കാർ ഷോറൂമിൻ്റെ ഓണർ പറയുന്നുണ്ട്, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ശരിയായിക്കോളാം, എന്തായാലും കാറ് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അതിനുശേഷം മഹേഷും കാർത്തിക്കും രേവതിയുടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, അവന് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണ്. എന്തായാലും രേവതി, ഈ ഒരു കാര്യം ഞാൻ തന്നെ വിളിച്ചു പറയട്ടെ, എനിക്കാണെങ്കിൽ ഉള്ളിൽ അടക്കി വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുകയാണ്, എനിക്ക് സച്ചിയേട്ടൻ വണ്ടി ഓടിക്കുന്നത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എന്തായാലും മഹേഷിന് ഈ ഒരു കാര്യം ഇപ്പോൾ പറയണ്ട, അത് പറയാനുള്ള സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാം. ഇപ്പം എന്തായാലും മഹേഷിന് എനിക്ക് സഹായം ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെങ്ങൾക്ക് ഞാൻ എന്ത് സഹായം ചെയ്തു തരണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടനെ വിളിച്ചതിന് ശേഷം മഹേഷേട്ടൻ്റെ മറ്റൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് വണ്ടി മേടിച്ചിട്ടുണ്ടെന്നും ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണമെന്നും പറഞ്ഞ് വിളിക്കണം. ചേട്ടൻ ഈ വണ്ടി ഓടിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം, അതുകൊണ്ട് ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ സച്ചേട്ടനെ വിളിച്ചിട്ട് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് മഹേഷേട്ടൻ പറയണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹേഷ് അത് സമ്മതിക്കാം കേട്ടോ. അങ്ങനെ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് രേവതി അവിടുന്ന് പോരുന്നത്. പിന്നീട് കാണിക്കാൻ നമ്മുടെ സുധി നേരെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അച്ഛനെയും അമ്മയെയും സച്ചിയെ രേവതിനെ ഒക്കെ വിളിച്ചു വരുത്താൻ കേട്ടോ. വർഷയും ശ്രീകാന്തും എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ജോലിക്ക് പോയേക്കാണെന്ന് പറയുകയാണ്. ഈ ഒരു സമയത്ത് സുധി പറയുന്നുണ്ട്, അച്ഛ അമ്മ എനിക്കൊരു വലിയ കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കിനി കാനഡ മാറ്റി അമേരിക്കയിൽ വലിയ ജോലി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് ഏത് സമയത്ത് എന്നെ കളിയാക്കാനുള്ള നേരമെന്ന് സുധി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുകയാണ്, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു, മോൻ പറയുന്ന കാര്യം എന്ന് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിയുടെ പാർലർ വേറൊരു ഫ്രാഞ്ചൈസിക്ക് കൊടുത്തതെന്നും ഇനി ഇരട്ടി ലാഭമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി എന്ന് ശ്രുതിക്ക് മനസ്സിലാവുകയാണ്. ശ്രുതി ആകെ ടെൻഷൻ അടിച്ചെന്നെ പുറത്ത് നിൽക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പേരിന് മാറ്റം ഉണ്ടാവുകയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, ആ പേരിന് മാറ്റമുണ്ട്, ഇപ്പം അമ്മയുടെ പേരല്ല പാർലർ എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ആകെ ഷോക്കാവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ രവിയും സച്ചിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാണ്. അതിനുശേഷം ശ്രുതി വീണ്ടും പറയുകയാണ്, അമ്മ എന്തായാലും ലാഭമുള്ള കാര്യമാണ്, ഫ്രാഞ്ചൈസിക്ക് നമ്മുടെ പാർലർ കൊടുത്തു എന്ന് വിചാരിച്ച് സങ്കടപ്പെടുകയൊന്നും വേണ്ട, അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ പകുതി കൂടാതെ നമ്മുടെ ഷോപ്പിൽ കിട്ടുന്ന ലാഭവും കൂടി നമുക്കുള്ളതാണ്, നമ്മളിനി വെച്ചിട്ട് കയറ്റമായിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഓരോന്നോരോന്ന് പുകഴ്ത്തി പറയാം. ഈ ഒരു സമയത്തും ചന്ദ്രയ്ക്ക് തൻ്റെ സങ്കടം താങ്ങാനാവുന്നില്ല. കാരണം തൻ്റെ പേരിൽ ഒരു വലിയ പാർലർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പലരോടുമായിട്ട് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടന്നതാളെ. അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്. പിന്നെ ശ്രുതി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ശ്രുതി നീ വന്നോ, ഇങ്ങനെ കയറി വന്നത് അമ്മയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയാണ് കേട്ടോ ചന്ദ്ര. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, അപ്പോൾ അമ്മയുടെ പേര് നമ്മുടെ പൂക്കടയ്ക്ക് മാത്രമേ ഉള്ളൂ ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ, അമ്മയുടെ പേര് ഇനി നമ്മുടെ പൂക്കടയ്ക്ക് മാത്രമേ ഉള്ളൂ, നമ്മൾ പിന്നെ വേറെ ഫ്രാഞ്ചൈസി ഒന്നും ഇറങ്ങാത്തത് കൊണ്ട് അമ്മയുടെ പേരും എന്നും അങ്ങനെ തന്നെ നിലനിൽക്കും എന്നൊക്കെ സച്ചി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര വേഗം തന്നെ തൻ്റെ മരുമകളെ രക്ഷിക്കാനായിട്ട് പറയുകയാണ്, അതിനിപ്പോൾ എൻ്റെ പേര് മാറ്റിയിൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല, എന്തായാലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ലാഭം ഉണ്ടാവുന്ന കാര്യമല്ലേ, എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും സച്ചിയും രേവതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. കാരണം ചന്ദ്ര ഒരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചാണ് ഇവരിരുന്നത്. എന്നാൽ യാതൊന്നും തന്നെ മിണ്ടാതെ ശ്രുതിയെ സപ്പോർട്ട് ചെയ്താണ് ചന്ദ്ര സംസാരിക്കുന്നത്. അപ്പോൾ ചന്ദ്രയുടെ ഈ ഒരു പെരുമാറ്റം കാണുമ്പോൾ ശ്രുതിക്കും ആശ്വാസമുണ്ട്. കാരണം ശ്രുതി ഈ ഒരു സത്യം തുറന്ന് പറയുന്ന സമയത്ത് ചന്ദ്രാൻ്റെ വലിയൊരു ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടാക്കുമെന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത്. എന്നാൽ വളരെ സൗമ്യമായി തന്നെയുള്ള ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിക്കും ഭയങ്കര ആശ്വാസമാവുകയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, മോളെന്തായാലും ഷോപ്പിൽ നിന്ന് വന്നാൽ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വായെന്ന് പറയുകയാണ്. അതിനുശേഷം ശ്രുതിയും പറയുന്നുണ്ട്, എന്തായാലും ഞാനും പോട്ടെ അമ്മ, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇനി നമുക്ക് ഇരട്ടി ലാഭമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോട് തുള്ളിച്ചാടിയാട്ടോ നമ്മുടെ ശ്രുതി പോകുന്നത്. തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ ചന്ദ്രയും പോകുന്നുണ്ട്. ചന്ദ്ര എല്ലാവർക്കും മുന്നിൽ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും പിന്നീട് മാറി നിന്നതിന് ശേഷം വേഗം മുഖമാവും മാറിയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചിയോടായിട്ട് രേവതി ചോദിക്കുന്നത്, ഞാൻ കരുതി ശ്രുതിയുടെ പാർലറിൻ്റെ പേര് മാറ്റിയ സമയത്ത് അമ്മയുടെ ഭൂകമ്പം ഉണ്ടാക്കുമെന്ന്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല, അമ്മ ഒന്നും മിണ്ടാതെ ശ്രുതിനെ സപ്പോർട്ട് ചെയ്ത ആൾ സംസാരിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാൻ മേളഞ്ഞിട്ട് രേവതി, നീ കണ്ടോ അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്, ശ്രുതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ മരുമകളെ നമ്മുടെ മുന്നിൽ കൊച്ചയാക്കാതിരിക്കാനായിട്ടാണ് അമ്മ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്, അവളെ മാറ്റി നിർത്തിയിട്ട് ഇനി എണ്ണയിൽ പൊരിച്ചെടുക്കും, നീ കണ്ടോ എന്നൊക്കെയാണ് സച്ചി പറയുകയാണ്. എല്ലാവരും പോയി കഴിയുമ്പോൾ സച്ചി ഓടി ഒന്ന് രവിയുടെയായിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ കാരണമല്ലേ ഈ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിനും വലിയൊരു ഭൂകമ്പം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവൾ നൈസായിട്ട് ഒഴിവായത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം എന്തായാലും യാതൊരു പ്രശ്നമില്ലാതെ പ്രശ്നമൊന്നും ഒത്തുതീർപ്പായല്ലോ, എന്തായാലും അതും മതി, കുടുംബത്തിൽ കലഹങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് രവി പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിക്ക് സമാധാനം കിട്ടും. സച്ചി പറയുന്നുണ്ട്, എന്താ അച്ഛാ അമ്മ മുകളിലത്തെ റൂമിലേക്ക് പോയിട്ട് ശബ്ദവും വെള്ളമൊന്നും കേൾക്കുന്നില്ലല്ലോ, ആ അമ്മ ഇങ്ങനെയൊന്നുമല്ല, എന്തായാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും, ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു റൂമിലേക്ക് ഇങ്ങനെ ചെവി കോർത്തിരിക്കുകയാണ്. അപ്പോൾ സച്ചി ചിന്തിച്ച പോലെ തന്നെ നമ്മുടെ ശ്രുതി ഫ്രഷ് ചെയ്തിട്ട് വരുന്ന സമയത്ത്
ചന്ദ്ര റൂമിൻ്റെ ഉള്ളിലുണ്ടാവട്ടെ. ചന്ദ്രയെ കാണുന്ന സമയത്ത് ചന്ദ്രയുടെ മുഖഭാവമൊക്കെ കാണുമ്പോഴത്തേക്കും പന്തികേടല്ല എന്ന് ശ്രുതിക്ക് തോന്നുകയാണ്. ശ്രുതി പെട്ടെന്ന് പുറകെ വന്നതിന് ശേഷം ആൻറ്റിയോട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയണമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വേഗം തന്നെ ചന്ദ്ര കൈ ഇങ്ങനെ പൊക്കി തടയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഡോർ അടയ്ക്കുക എന്ന് പറയാൻ കേട്ടോ. അതും വളരെ ഗൗരവത്തോടു കൂടി തന്നെ അങ്ങനെ നമ്മുടെ ശ്രുതി പേടിച്ച് ഡോർ അടച്ചതിന് ശേഷം ചന്ദ്രയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ചന്ദ്രയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നിന്നോട് ആര് പറഞ്ഞു എൻ്റെ പേര് മാറ്റാൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് പിന്നെ ആൻറ്റിയോട് ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറയണമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നിന്നോട് ഞാൻ ചോദിച്ചത് എന്നോട് ചോദിക്കാതെ പേര് മാറ്റാൻ ആരാ പറഞ്ഞത്? നിനക്കറിയാൻ പാടില്ലായിരുന്നു. നിനക്കറിയാലോ നീ എങ്ങനെ ജീവിച്ചതെന്ന്. പല വീടുകൾ കയറി മസാജ് ചെയ്ത് ആ ഒരു വരുമാനത്തിലാണ് ജീവിച്ചത്. എന്നിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയാലോ. എൻ്റെ സ്വന്തം വീട്ടിലെ മരുമകളായിട്ട് കൊണ്ടുവന്നു. അതുമാത്രമല്ല ശ്രുതിക്ക് നീ പ്രിയപ്പെട്ടവളാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും മുന്നിൽ വെച്ച് നിന്നെ ചീത്ത പറയാറുള്ളത്. പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം, ഈ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് നിനക്ക് ഞാൻ പാർലർ തുടങ്ങി തന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പാർലറിൻ്റെ എൻ്റെ പേര് വെക്കട്ടെ എന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ യാതൊരുവിധ എതിരഭിപ്രായവും പറയാതെ എന്നെ സമ്മതിച്ചത്. ഇപ്പം നീ എനിക്കിട്ട് വലിയൊരു പാറ തന്നെയാണ് വെച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതല്ല ആൻറ്റിക്ക് വലിയൊരു സർപ്രൈസ് തരായിട്ട് ഞാൻ ഇരുന്നതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതാണ് സർപ്രൈസ്, ഇത് സർപ്രൈസ് എന്നല്ല പറയുന്നത്, എനിക്കിത് വളരെ ഷോക്കായി പോയി എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുകയാണ്, ആൻറ്റി ഞാനെന്തായാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇത് നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യണം, നമുക്കിത് ലാഭമുള്ള ബിസിനസ് ആയിരിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ദേഷ്യം ഇറക്കാന്നല്ല. ചന്ദ്ര എഴുന്നേറ്റ് നിന്റെ ശ്രുതിന് ഒരുപാട് വഴക്ക് പറയുകയാണ് കേട്ടോ. എന്ത് ലാഭം ഉണ്ടായാലും എന്നോട് ചോദിക്കാതെ ഒരു കാര്യം നീ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി വേഗം പറയുന്നുണ്ട്, ആൻറ്റി എന്തിനാ എന്നെ ഇത്ര കാര്യമായിട്ട് വഴക്ക് പറയുന്നത്? ആൻറ്റി എനിക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിലും തിരിച്ച് ആൻറ്റിക്ക് മേടിച്ച് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും തിരിച്ച് ഒച്ചെടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മിണ്ടിപ്പോവർ നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ല, ഞാൻ ഏത് സമയത്ത് ചിരിച്ച് കളിച്ച് നടന്നു എന്നും പറഞ്ഞുകൊണ്ട് നീ ഒരു തലയിൽ കയറി നടങ്ങാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആൻറ്റി എന്തിനാ എന്നോട് ഇത്ര ദേഷ്യപ്പെടുന്നത്? അതിന് മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിനെ തല്ലാനായിട്ട് ചന്ദ്ര കൈ ഓങ്ങിയതിന് ശേഷം പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ലേ, പക്ഷേ എല്ലാം എൻ്റെ മകന് വേണ്ടിയിട്ട് മറക്കുകയാണ്. പക്ഷെ നീ ചെയ്തിട്ട് അതൊരു കാലത്ത് ഞാൻ മറക്കാൻ പോകില്ല ശ്രുതി, അത് എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലിൽ എന്നോട് ആലോചിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയുടെ വേറൊരു മുഖവും കൂടി നീ കാണും, അതും ഇതിനും ഭീകരമായിരിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട എന്നൊക്കെയാണ് ചന്ദ്ര വളരെയധികം ദേഷ്യത്തോട് പറഞ്ഞതിന് ശേഷം ശ്രുതിയോട് റൂമിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുകയാണ്. ശ്രുതി വളരെയധികം സങ്കടത്തോടെ തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു നിസ്സാര പ്രശ്നം അറിഞ്ഞപ്പോൾ ആൻറ്റി ഇത്രയധികം പ്രതികരിച്ചെങ്കിൽ തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി തന്നെ വെച്ചേക്കില്ലല്ലോ എന്ന് ഓർത്ത് ആകെ ടെൻഷനിൽ നിൽക്കാണ്ട് ശ്രുതി. ഇതേ സമയം തന്നെ നമ്മുടെ സച്ചി ഹാളിൽ നിന്നുകൊണ്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് രേവതി സച്ചിയുടെ ബാക്കിൽ വന്ന് നിന്നിട്ട്, ഈശ്വര ഇതുകൊണ്ട് ഇത്ര നേരമായിട്ടും മഹേശ്വരം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സമയം ഒരുപാടായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചിക്ക് മഹേഷിൻ്റെ കോൾ വരുന്നത് കേട്ടോ. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ സച്ചി ചോദിക്കുന്നത്, ആ മഹേഷെ പറയണേ എന്ന് പറയുമ്പോഴത്തേക്കാണ്, സച്ചി നീ എൻ്റെ കൂടെ ഒരിടം വരെ വന്നം, എൻ്റെ സുഹൃത്തൊരു കാറ് മേടിച്ചിട്ടുണ്ട്, ആ കാറൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ടോ, നിൻ്റെ ഏത് സുഹൃത്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുഗുണൻ എന്നാണ് പേരെന്ന് പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ സുഗുണൻ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് നിനക്കില്ലല്ലോ, ഏതൊരാ സുഗുണൻ എന്ന് നമ്മുടെ സച്ചി ചോദിക്കുകയാണ്. അപ്പം മഹേഷിൻ്റെ ആ ഒരു സംസാരം എല്ലാം തന്നെ കൈവിട്ടു പോയി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ രേവതി തൊട്ട് പുറകിൽ തന്നെ തലയ്ക്ക് കൈവച്ചിട്ട്, ഈശ്വര ഈ മഹേഷിനെ എല്ലാം കൊളാക്കും, പറയാൻ പറ്റിയ പേര് സുഗുണൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ മഹേഷ് പറയുന്നുണ്ട്, എടാ സുഗുണനെ നിനക്ക് അറിയാൻ വേണ്ടിയിട്ട് അവൻ ഗൾഫിലാണ്, എൻ്റെ പഴയകാല സുഹൃത്താണ്, നമ്മളൊന്ന് പരിചയപ്പെടുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവൻ ഗൾഫിലേക്ക് പോയി, അവനിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്, അവന് വേണ്ടിയിട്ടൊരു വണ്ടി മേടിക്കാനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹേഷ് നീ ഇത്ര നാളായാലും വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട്, അപ്പം നിനക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചിട്ട് ആ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെയല്ലടാ, ഞാൻ വർഷങ്ങളായി വണ്ടി ഓടിച്ചു, പക്ഷേ നീ പറയുന്ന അത്രയും കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, അതുകൊണ്ട് നീ തന്നെ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കണമെന്ന് പറയാം കേട്ടോ. അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി കോള് കട്ട് ചെയ്തതിന് ശേഷം രേവതി ഒന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഈ ഒരു സമയത്താണ് രേവതി തൊട്ട് പിന്നെ കാണുന്നത്. ആഹാ നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ, എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിപ്പോൾ വന്നോളൂ സച്ചിയേട്ടൻ, ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വന്നപ്പോഴാണ് സച്ചിയേട്ടൻ ഇവിടെ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ടത്, അങ്ങനെ നിന്ന് പോയതാണെന്ന് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നത്, എന്നെ മഹേഷ് വിളിച്ചിട്ടുണ്ട്, അവൻ്റെ ഒരു സുഹൃത്ത് വണ്ടി മേടിച്ചു എന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണ്, ഞാൻ ചെന്നിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പോവുകയാണ്. രേവതിക്കാണെങ്കിൽ വളരെയധികം സന്തോഷമാവട്ടെ, കാരണം താൻ മേടിച്ച വണ്ടി അത് സച്ചിയേട്ടൻ ആദ്യമായിട്ട് ഓടിക്കാൻ പോവുകയാണ്, സച്ചിയേട്ടൻ്റെ ആണെന്നറിയാതെ തന്നെ. പിന്നീട് കാണിക്കാൻ നമ്മുടെ സച്ചി മഹേഷ് പറഞ്ഞ പ്രകാരം തന്നെ വണ്ടി നോക്കാനായിട്ട് വന്നിരിക്കുകയാണ്. വണ്ടി കാണുന്ന സമയത്ത് തന്നെ സച്ചി പറയുന്നുണ്ട്, ഇത് അന്ന് ഞാൻ നോക്കിയ വണ്ടിയല്ലേ, ഇത് മറിഞ്ഞു പോയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇതെൻ്റെ സുഹൃത്ത് മേടിച്ചതാ,
നീ ഒന്ന് വണ്ടി ഓടിച്ചിട്ട് കണ്ടീഷൻ പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് ഓടിച്ചു നോക്കാൻ, ഇത് വളരെ നല്ലൊരു വണ്ടിയാണ്, അന്ന് എൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മേടിക്കാതിരുന്നത്, പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട, നല്ല കണ്ടീഷൻ വണ്ടിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വണ്ടിയാണെന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും മാറി നിന്നെല്ലാം കേൾക്കാട്ടെ രേവതിക്ക് ഭയങ്കര അധികം സന്തോഷമാവുകയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.